ആ വോട്ടിൻ്റെ പാറ്റേണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ മറുപടി പറയാം. നൗഷാദ് അലി ഇതിനിടെ കൂടെ പിണറായി വിജയൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടൊട്ടിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ചർച്ചയിലേക്ക് ഇപ്പോഴും ഞാനത് വലുതായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചതിനകത്ത് CPIM എന്ന് എഴുതിയത് കൊണ്ടാണ് സംഘപരിവാറുകാരനെ ആക്രമിച്ചത് എന്ന കാര്യം മറക്കണ്ട. നമ്മൾ ഈ നടത്തുന്ന ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന അതിക്രമത്തിനെതിരെയുള്ള പ്രതികരണമാണ്. കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ സർക്കാർ വന്ന ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പിന്നെ കമ്മ്യൂണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണൽ ഡൈനാമിക്സ് കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന് ഒരാൾക്ക് വിമർശനാത്മകമായി ഉപയോഗിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ ആ പോയിന്റ് നിർത്തുകയാണ്. നൗഷാദ് അലി എടുക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ മറുപടി പറയാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കെന്നഡി പറയുന്നത്? കെന്നഡി അടിസ്ഥാനപരമായി നമ്മൾ ഈ പറയുന്ന പൊസിഷനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? അടി കിട്ടിയത് ശരിയോ തെറ്റോ? അടി ഇനിയും കിട്ടുമോ ഇല്ലയോ? അടി ഇനിയും മേടിക്കാൻ തയ്യാറാണോ അല്ലയോ? ഇങ്ങനെ തന്നെ തുടരുമോ? മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് തുറഞ്ഞല്ലോ, തുടരുമോ? ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചതിൻ്റെ ബംഗ്ലാദേശിൽ ഏതാണ്ട് ചെയ്തതെന്നും പറഞ്ഞ് ഇവിടെ ബഹളമാണ്. നോക്കൂ, ആ കാര്യവും പറയാം. അവിടെയും ഒരു കാര്യം നടക്കാൻ പാടില്ല എന്ന് വേണേൽ പറയാം. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചോദ്യത്തിന്, നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ കെന്നഡി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് എടുത്ത് പറയുന്നില്ല കേട്ടോ. അദ്ദേഹം ഒരു പൊസിഷനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആ പേര് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കെന്നഡി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഈ പ്രശ്നം അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അനുഭവിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോൾ ബിഷപ്പിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ പരിപ്പുടൻ ചായം കൊടുക്കാൻ മന്ത്രിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ അമിക്കബിളി അത് സെറ്റിൽ ചെയ്ത് പോകും. ഞാൻ അതുകൊണ്ട് എനിക്ക് ബിഷപ്പ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളത്. അച്ഛനും പട്ടക്കാരെയും ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞ നൺസിൻ്റെ കാര്യം പറഞ്ഞപ്പം നൺസിന് വേണ്ടി ആയതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ഒച്ച വെച്ചത്. സാധാരണ ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ അവിടെ കിടന്ന അയാൾ തൊഴിൽ വാങ്ങിച്ചേനേയും. ആർക്കാണ് സംശയം? എനിക്കൊരു സംശയമില്ല അജിംസെ. ഈ പറയുന്ന കെന്നഡി കരിമ്പുംകാല ഉൾപ്പെടെയുള്ള കെന്നഡിയും കരിമ്പുംകാല വ്യക്തിയല്ല, കേരളത്തിൽ ഇതേ രീതിയിൽ സംഘപരിവാർ വലിയ രീതിയിൽ ഇവർ പറയുന്ന രീതിയിൽ പുഷ്പിച്ച് വളരുകയാണെങ്കിൽ ഇവരും തൊഴിൽ വാങ്ങിക്കും. എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വർഗീയത നേരിടുന്നതെന്ന് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കത് കിട്ടുമെന്ന് പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നു. അവിടെ തന്നെ ഒൽപ്പിച്ചുകൊണ്ട് വരുന്ന ഈ പണ്ട് ശ്രീനിവാസൻ്റെ സിനിമയ്ക്കകത്തില്ലേ നല്ല കവിൾ എന്ന് പറഞ്ഞ അടി മേടിച്ചിട്ട് വീണ്ടും നല്ല ന്യായീകരണം. അവിടെ 10 എണ്ണം കൊടുത്തിട്ട് ഇവിടെ 7 എണ്ണേ കൊടുത്തുള്ളൂ, അതുകൊണ്ട് ഇവിടെ മെച്ചമാണ്. ഏതാ? പാകിസ്ഥാനിൽ ഭയങ്കര പ്രശ്നമാണ്. പാകിസ്ഥാന് 10 തൊഴിയേ കൊടുത്തുള്ളൂ, കേരളത്തിലും ഇന്ത്യയിൽ 7 തൊഴിയേ കിട്ടിയുള്ളൂ. അപ്പം 3 എണ്ണത്തിൻ്റെ മെച്ചം കേരളത്തിലോ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്ന ആ ലോജിക്കിനോട് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിന് എക്സ്ക്യൂസസ് ആരാ? ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്ന അതോറിറ്റീസിനെ ന്യായീകരണം ഉണ്ടാക്കി വിടുന്നത് അല്ലേ? നോക്കൂ, കെന്നഡി കരിമ്പുംകാലയുടെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് ഈ സഫർ ചെയ്തിരിക്കുന്ന ആൾക്കാർ. ആ സഫർ ചെയ്ത ആൾക്കാർക്കുള്ള ലോജിക്കാണോ കെന്നഡി പറയുന്നത്? അല്ല, അടിച്ചവന് വേണ്ടിയിട്ടുള്ള ന്യായമോ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞ എന്നെ അമേരിക്കയെ കൊണ്ടുപോകാം, വാഷിങ്ടൺ ചിക്കാഗോ വഴി കൊണ്ടുപോകുന്ന ഉള്ള ഈ പറയുന്ന മഞ്ഞളിപ്പ് കണ്ടപ്പോഴത്തേന് നല്ല കവിൾ ഒറ്റയടി. ഇനിയും ഞാൻ കൊള്ളും. മുരിങ്ങയ്ക്കാവിയിൽ ഞാൻ അവിടെ വെച്ച് വരുമ്പോൾ തരും. മുരിങ്ങയ്ക്കാവിയിൽ തിന്നാൻ പോകുന്ന ബിഷപ്പുമാരാന്നേ ഉള്ളൂ. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് എനിക്കൊരു സംശയമില്ല. അതിപ്പോൾ കെന്നഡി കരിമ്പുംകാലം എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥവും ഞാൻ പറയുന്നതിൻ്റെ സതുദ്ദേശവും ഒക്കെ മനസ്സിലാക്കും. കുറേ നാളുകളായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണല്ലോ. പിന്നെ നിങ്ങൾ റിവേഴ്സ് ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ കൗണ്ടർ ലോജിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടത്തേന് ഇങ്ങനെ സംഭവിച്ചോ, ഇവിടുത്തേന് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമോ ഒക്കെ പറയാം. തൊഴിൽ വാങ്ങിക്കും എന്ന് മാത്രമേ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞ